ഹലോ എവ്രിവൺ. 1939 റഷ്യൻ ടെക്നീഷ്യനായ സൈമൺ കിർലിൻ തന്റെ പരീക്ഷണശാലയിലാണ്. പെട്ടെന്ന് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹൈ വോൾട്ടേജിലുള്ള ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലായിരുന്ന അദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്ന് ഒരു പ്രകാശ വലയം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. എന്താണ് ഈ പ്രകാശ വലയം എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം കൊണ്ടുചെന്ന് എത്തിച്ചത് ഓറ അഥവാ പ്രകാശ വലയം എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്കാണ്. ഓറയെ നമുക്ക് കാണാനായിട്ട് സഹായിക്കുന്ന കിർലിയൻ ക്യാമറ ഡെവലപ്പ് ചെയ്തതും ഇതേ സൈമൺ കിർലിയൻ തന്നെ. എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? ഈ വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശ വലയം എന്നാണ്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ മനുഷ്യരുടെ ബോഡിക്ക് ചുറ്റിനും ഒരു പ്രഭാ വലയം ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ റീസൺ? ഇതിന്റെ പ്രൊപ്പോണൻസ് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എനർജി. ആ എനർജിയുടെ ഫലമായിട്ടാണ് ഈ ഒരു പ്രകാശ വലയം നമ്മളുടെ ചുറ്റിനും ഉണ്ടാകുന്നത് എന്നാണ്. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതുമായ എനർജികളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള വ്യക്തികളാണ്, അല്ലെ? പലപ്പോഴും നമുക്ക് തന്നെ തോന്നും ചില വ്യക്തികൾ ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ ആളുകളാണ്, അവർ നല്ല ഒരു പോസിറ്റീവ് എനർജി അല്ലെ ഒരു നല്ല വൈബുള്ള ആൾക്കാരാണ് നമ്മൾ പറയും. അങ്ങനെയുള്ള വ്യക്തികളോട് ഇടപെടുമ്പോൾ തന്നെ നമുക്ക് ഒരു ഊർജം കിട്ടുന്നത് പോലെ തോന്നും. ഇതിന്റെ അർത്ഥം എന്താണ്? അവർ കൂടുതൽ ഡോമിനന്റ് ആയിട്ട് അവരിലുള്ളത് പോസിറ്റിവിറ്റി അല്ലെ പോസിറ്റീവ് എനർജി ആണ് എന്ന്. നേരെ മറിച്ച് ചില വ്യക്തികളുടെ അടുത്ത് പോയാൽ നമ്മളുടെ ഊർജം എല്ലാം ചോർന്നു പോകുന്നതായിട്ട് തോന്നും. എനർജി വാമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മുടെ ആ എനർജി ഊറ്റിയെടുക്കുന്ന മനുഷ്യര്. അപ്പൊ ഇവിടെ അവരിൽ മുഖ്യമായിട്ട് നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇനി നമ്മുടെ ഓറയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ ഒരു ഓറ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്, നമ്മൾ മനുഷ്യരുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഷീൽഡാണ്, ഒരു എനർജി ഷീൽഡ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഭാ വലയമാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഇതില് 7 ലെയർ ഉണ്ട് എന്നാണ് പറയുന്നത്. 7 ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മഴവില്ലിന്റെ 7 നിറങ്ങൾ, വിബ്ജിയർ, ആ 7 നിറങ്ങളാണ് ഇതിൽ ഉള്ളതെന്ന് പറയുന്നത്. അതായത് ഓരോ മനുഷ്യരിലും ഈ പല നിറങ്ങൾ കാണും. എന്നാൽ ഓരോ വ്യക്തികളിലും ചില നിറങ്ങളായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ചില വ്യക്തികളിൽ ഒരു നിറമായിരിക്കും എടുത്ത് നിൽക്കുന്നത്, ചില വ്യക്തികളിൽ ചിലപ്പോൾ ഒന്നിലധികം നിറവും എടുത്തു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 7 ലെയറും ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റക്കുറച്ചിൽ പല നിറത്തിലുള്ള ഈ ഓരോ ലെയറുകളും സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളെയാണ്. ഓറഞ്ച്, റെഡ്, അങ്ങനെ പല തരത്തിലുള്ള നിറങ്ങളുണ്ട്. ഓരോ നിറവും ഓരോ വ്യക്തികളുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്ക് ഈ ഓറയെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിന് ചില വഴികളൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഓറ നമുക്ക് കാണാനായിട്ടുള്ള മാർഗം. പക്ഷെ അതിനൊക്കെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഓറ നമുക്ക് നേക്കഡ് ആയി ഉപയോഗിച്ച് കാണാനായിട്ടൊക്കെയുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിന് നല്ല ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ നമുക്ക് ഓറ ഓരോരുത്തരുടെയും ഏതാണ് ഡോമിനന്റ് ആയിട്ടുള്ള നിറം, ചില വ്യക്തികൾക്ക് അവരുടെ ഓറയുടെ നിറം എടുത്തു നിൽക്കുന്നത് ഓറഞ്ച് ആയിരിക്കും, ചിലർക്ക് റെഡ് ആയിരിക്കും. അങ്ങനെ ഏത് നിറമാണ് അവരിൽ പ്രധാനമായിട്ടും ഈ 7 ലെയറിൽ എടുത്തു നിൽക്കുന്നത് എന്നനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്ന. സയന്റിഫിക് എക്സ്പ്ലനേഷൻ അബൌട്ട് ഓറ നമുക്കൊക്കെ ഉള്ള ഒരു സംശയമാണ്, അല്ലെ? ഈ ഓറ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് വരെയും അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർ പറയുന്നത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് ഈ ഒരു പ്രഭാവലയം കാണാം എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരു നല്ല ഒരു എവിഡൻസ് അല്ലെ ഒരു സാധൂകരണം അല്ല എന്നാണ് സയന്റിഫിക് ആയിട്ട് അല്ലെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇനി ചില ആളുകൾ ഈ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഈ ഓറയിൽ നമ്മൾ ഈ പ്രകാശവലയം കാണുന്നതിന്റെ കാരണം നമ്മുടെ ആ വിഷ്വൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഒപ്റ്റിക്കൽ എഫക്റ്റിന്റെ ഫലമായിട്ടാണ് എന്നാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോയാൽ അവിടുത്തെ ആ പുരാതന കാലത്തുള്ള ചികിത്സാ രീതികൾ ഈ 7 ലെയർ, മനുഷ്യ ശരീരത്തിന്റെ 7 ലെയർ, അതായത് നമ്മൾ ഈ ഓറയിൽ 7 ലെയർ ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് എന്നുള്ളതും ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അവിടെ പറയുന്നത് ഈ 7 ലെയർ ഈ പുരാതനമായ നമ്മുടെ വേദങ്ങളിലൊക്കെയും ചികിത്സാ രീതികളിൽ പറയുമ്പോൾ ഈ 7 ലെയറിൽ ഓരോ ലെയറും നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഇങ്ങനെയുള്ള ആരോഗ്യത്തെ അഫക്ട് ചെയ്താണ് ഇരിക്കുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ നിറങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വരും. അതുകൊണ്ട് തന്നെ എടുത്തു നിൽക്കുന്ന നിറം ഈ 7 ലെയറിൽ ഓരോ വ്യക്തികളിലും ഓരോന്നായിരിക്കും. അതിന്റെ അർത്ഥം എപ്പോഴും ആ വ്യക്തിക്ക് അതേ നിറമായിരിക്കണം എന്നല്ല. ഇപ്പോൾ ഓറഞ്ച് ആണ് ഒരു വ്യക്തിയുടെ ഓറയിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം ആ നിറം ആയിരിക്കണമെന്നില്ല, ആ ഓറയുടെ നിറം മാറിക്കൊണ്ടിരിക്കും.
അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വ്യക്തി സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായെങ്കിൽ അതൊക്കെയും നമ്മളുടെ ഈ ഓറയുടെ നിറത്തെ ബാധിക്കും എന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഓറയ്ക്ക് നല്ല തിളക്കമായിരിക്കും, ആ നിറങ്ങൾക്കൊക്കെ നല്ല ഷൈനസ് കാണാൻ സാധിക്കും. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും നെഗറ്റീവ്സും ഒക്കെ നിറഞ്ഞ വ്യക്തികളാണെങ്കിൽ അവരുടെ ഈ ബോഡിക്ക് ചുറ്റിനുമുള്ള ഓറയുടെ നിറത്തിന് മങ്ങലായിട്ടായിരിക്കും, നമുക്കൊരു ഡിം ആയിട്ടായിരിക്കും ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹൗ ടു സ്ട്രെങ്തൻ അവർ ഓറ. നമുക്ക് എങ്ങനെ നമ്മളുടെ ഈ ഓറ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള ഈ ഒരു ഷീൽഡിനെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഈ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കി നമുക്ക് വെക്കാൻ സാധിച്ചാൽ നെഗറ്റീവ് എനർജി കുറയ്ക്കാനായിട്ട് നമ്മളുടെ ലൈഫ് കൂടുതൽ നല്ല രീതിയിൽ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാണ് ഇതിന്റെ പ്രൊപ്പോണൻസ് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഊർജം ചോർത്തി കളയുന്ന ചില ഏരിയകളുണ്ട്, അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആകെ ക്ഷീണം തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ ചില വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ ഊർജ്ജമെല്ലാം ചോർന്നു പോയി ആകെ ജീവിതത്തിൽ ഒരു നിരാശയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അത് ചിലപ്പോൾ ചുറ്റുപാടുകളായിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളായിരിക്കാം, ഇതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുക. പകരം എന്ത് ചെയ്യണം, പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന മേഖലകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മളുടെ ഈ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ, അപ്പൊ എന്ത് ചെയ്യണം, നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് സന്തോഷവും പോസിറ്റിവിറ്റിയും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. റെഡ്യൂസ് ടൈം ഓൺ സ്ക്രീൻ. ഇന്ന് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് കൂടുതലും ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ മുമ്പിലാണ് നമ്മളുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മളുടെ ഓറയെ വീക്ക് ആക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കും ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളായിട്ടുള്ള മൊബൈല്, ലാപ്പ് അല്ലെങ്കിൽ TV പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവയുടെയൊക്കെ ഉപയോഗം, ഈ സ്ക്രീനിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം പരമാവധി കുറച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ ഓറ കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കാനും അത് നമ്മളെ സഹായിക്കും. സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന് തന്നെയാണ് ഈ ഓറയെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെ. കാരണം നമ്മളുടെ ഈ നേച്ചർ അഥവാ പ്രകൃതി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയ സ്റ്റോർ ഹൗസ് ആണ്. നമ്മൾ കൂടുതൽ നേച്ചറിലേക്ക് ഇറങ്ങി പ്രകൃതിയിലേക്ക് ഇണങ്ങി ജീവിക്കാൻ തയ്യാറാവുമ്പോൾ, കുറച്ച് സമയമെങ്കിലും തിരക്കേറിയ ജീവിതത്തിൽ മാറ്റി വെക്കുമ്പോൾ അത് നമ്മളുടെ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം മാറ്റി വെക്കുമ്പോഴും അതും നമ്മളുടെ ഓറയെ കൂടുതൽ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ ഓറ എന്നുള്ള കൺസെപ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അതൊക്കെ നമ്മളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷെ ഒന്നുണ്ട്, ഈ ഓറയെ സ്ട്രോങ് ആക്കാൻ നമ്മൾ സഹായിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇത് എല്ലാം തന്നെ നമ്മളുടെ കൂടുതൽ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് ഉപകാരപ്പെടുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ അഡ്വൈസേഴ്സും എനർജി പ്രാക്ടീഷണേഴ്സും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പറയും. കാരണം നമുക്ക് നല്ല ആരോഗ്യം, അത് മനസ്സിനാണേലും ശരീരത്തിനായാലും ആരോഗ്യമുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസിന്റെ കാര്യത്തിലായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഹെൽത്ത്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് നമുക്ക് പോസിബിൾ ആവൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.